ഗൈസ് അത് രാവിലെയായി ഏകദേശം 5:30 ആകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുവേ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പിള്ളേർക്ക് നേരത്തെ സ്കൂളിൽ പോകും. അപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഭയങ്കര ഉറക്കത്തില്ല. ഞാനാണ് ആദ്യം ഇറക്കുന്നത്, പിള്ളേർക്ക് പിന്നെ ഇറക്കത്തുള്ളൂ. അപ്പം പിന്നെ പോയി വൈഫൈ ഓൺ ചെയ്യും. കാരണം ഇവർക്ക് എൻ്റെ വീട് ഇപ്പം കണ്ട അത്ര ഇതാണ് ഒന്നും വർക്കൊന്നും കഴിഞ്ഞില്ലല്ലോ, രാവിലെ എഴുന്നേറ്റല്ലേ ഉള്ളൂ. അപ്പോൾ രാവിലെ കിച്ചണിലെ ലൈറ്റൊക്കെ ഇടും. കാരണം ഞാൻ എഴുന്നേറ്റിച്ചിട്ട് കഴിയുമ്പോൾ അവർ എഴുന്നേൽക്കുള്ളൂ. പിന്നെ വലുതെപ്പും മുഹബലത്തിലും ഒക്കെയാണ്. രാവിലെ സ്കൂളുള്ള സമയമായതുകൊണ്ട് അവർക്ക് വേണ്ടി പാൽ ഉണ്ടാക്കുകയാണ്. അവർക്ക് രാവിലെ ചായ ഇടാറില്ല, എന്തെങ്കിലും നമ്മുടെ ബോൺവിറ്റയോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കത്തുള്ളൂ. പിന്നെ രാവിലെ വലിയ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കത്തില്ല. ചിലപ്പോൾ റസ്കോ, ചിലപ്പോൾ ഉപ്പുമാവായിരിക്കും, ചിലപ്പം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ദോശയോ അങ്ങനെയൊക്കെ. ഇന്നിപ്പം ഉപ്പുമാവ് ഉണ്ടാക്കി, അത് കാണിക്കാൻ സമയം കിട്ടില്ല കേട്ടോ. രാവിലെ ഇവിടെ ഉള്ളപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പാലൊക്കെ തിളപ്പിച്ച ശേഷം ഞാൻ പോയി ഇവരെയൊക്കെ എന്നെ വിളിക്കും കേട്ടോ. അപ്പോൾ ആദ്യം പോയി മോളെ വിളിക്കാം, പാൽ റെഡിയാക്കിയിട്ട് കേട്ടോ. അപ്പോഴത്തേന് കിടന്നോട്ടെന്ന് വെച്ചുകൊണ്ട് പിന്നെ ഉള്ളത് ടിഫിൻ റെഡിയാക്കലാണ്. രണ്ടുപേരും ടിഫിനകത്ത് എന്തെങ്കിലുമൊക്കെ. ഉച്ചക്കത്തേക്കും അങ്ങനെ അവിടെ ഈ കറി ടൈപ്പൊന്നും അങ്ങനെ ഒലിച്ച് പോകുന്നൊന്നും കൊടുത്തുതരാം. കാരണം അവർക്ക് ഒത്തിരി ലോങ് ജേർണി ഉണ്ട്. പിന്നെ മോൻ്റെ ബാഗാണ്, അത് ഓൾറെഡി ഞാൻ തലേദിവസം ടൈം ടേബിളൊക്കെ എടുത്ത് എടുക്കാനാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഷൂസും ഒക്കെ ഓൾറെഡി തലേദിവസം ഞങ്ങൾ റെഡിയാക്കി വെക്കുക. കാരണം വെച്ചാൽ രാവിലെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഏകദേശം ഒരു 6:30 കഴിയുമ്പോഴത്തേന് 6:45 ഞങ്ങൾ പിന്നെ സ്കൂൾ ടൈമാണ്. പിന്നെ രാവിലെ ബസ് വരും ഇവർക്ക് സ്കൂൾ തുറക്കുന്ന 8 മണിയാവും. അത് 7:30 കഴിഞ്ഞ് സ്കൂൾ തുറക്കും. അപ്പം പക്ഷേ 8 മണിയൊക്കെ ആവും സ്കൂൾ തുറക്കുമ്പം. രാവിലെ ആയിരുന്നു 8 മണിക്ക്. അപ്പോൾ അതിന് മുമ്പേ ഇവർക്ക് ഒത്തിരി ലോഞ്ച്, ഏകദേശം 1.25 മണിക്കൂറുണ്ട്. അപ്പം പോയിട്ട് തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊന്നും വിളിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ വഴിയാണ്. ഇപ്പം നിങ്ങൾക്ക് ലൈറ്റായിട്ട് തോന്നും, ഇപ്പം കാരണത്ത് ചൂട് സമയം, തണുപ്പ് സമയമാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നേനെ കേട്ടോ. അപ്പം പല സ്ഥലത്തെ ചെടികളൊക്കെ. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇവർ ഇനി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അതും കാണിച്ചില്ല. പിന്നെ ഹസ്ബൻഡും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വ്ലോഗ് ഉണ്ടാക്കുന്ന പരിപാടി എനിക്ക് അത്ര ഇതായി. ഇന്നത്തേക്ക് മോരുകറിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു, ലൈറ്റായിട്ട്. അപ്പം നോൺ വെജൊക്കെ മേടിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറ്. അപ്പം ഇന്ന് മോരുകറിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ മോരുകറി ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ചോറ്. കാരണം ഉച്ചയ്ക്ക് ഇവർ ഏകദേശം 1:30 സ്കൂൾ കയറും. പക്ഷേ അവർ വരുമ്പം ചിലപ്പോൾ 2:30-3 മണിയൊക്കെ ആകും കേട്ടോ. 1:30 വരെ ഉള്ളൂ സ്കൂള്. അപ്പം അതിന് മുമ്പ് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച്, ഉച്ചക്കത്തേയും വൈകിട്ടത്തേക്കും ഒന്നിച്ച്. ചിലപ്പം വൈകിട്ട് റൊട്ടിയൊക്കെ ആയിരിക്കും, അന്നേരം അത് വൈകിട്ട് സെപ്പറേറ്റായിട്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും ഉണ്ടാക്കും. കാരണം ഒത്തിരി പേര്, ഞങ്ങൾ 4 പേരല്ലേ, അപ്പോൾ മോരുകറി ഉണ്ടാക്കി വെച്ചേക്കും. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ ചോറുമാണ് ഇന്ന് ഉച്ചക്കത്തേക്ക് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ഇപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പാലൊക്കെ മേടിക്കാൻ കാണും. ചിലപ്പോൾ രാവിലെ ഞങ്ങൾ പാൽ വിട്ടിട്ട് മേടിക്കും, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം പോയി മേടിച്ചിട്ട്. ഇവർ ഉച്ചയ്ക്ക് ഇടയ്ക്ക് വന്നായിരുന്നു, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഉച്ചയ്ക്ക് വന്ന് ഇവർ കഴിച്ച് കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം പിന്നെ മോൾക്ക് ട്യൂഷനൊക്കെ ഉണ്ട്, അതൊക്കെ പോകും കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ കാര്യമാണ് കാണിക്കുന്നത്. വൈകുന്നേരം പിന്നെ ചായ ഉണ്ടാക്കലാണ്. ഇവരെല്ലാവരും കൂടെ ഉള്ളപ്പം മാത്രമേ ഞങ്ങൾ ചായ ഉണ്ടാക്കത്തുള്ളൂ, എപ്പോഴും ചായയില്ല. അപ്പോൾ കോഫി ഞാൻ കുറച്ച് വെച്ചു. കോഫി എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്, പക്ഷേ ഞാൻ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പം ചെറുതായിട്ട് ചായയൊക്കെ ഉണ്ടാക്കലാണ് പരിപാടി. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് നോക്കണം, എൻ്റെ തലേദിവസത്തെ സാധനങ്ങളെല്ലാം ടേബിളെല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം ബാക്കി വരവ്. അത് പിന്നെ അടുക്കും ചേർക്കും പുറക്കരുത്. ഇപ്പം ഞാൻ തന്നെ ക്യാമറ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്കത്ര ബുദ്ധിമുട്ടേനേ കേട്ടോ. ഇനി അടുത്ത് മോൻ എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അവന് കുറച്ച് ഏതാണ്ടൊക്കെ EVSും ഇംഗ്ലീഷും ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ കുറച്ചൊക്കെ എഴുതി. അവന് ഭയങ്കര മടിയാണ് എഴുതുന്നത്, അപ്പോൾ അവനെ എഴുതി പഠിപ്പിക്കുകയാണ്. അപ്പം അതിന് ശേഷം പിന്നെ കുറേ പാത്രങ്ങളും കഴുകാനൊക്കെ കിടക്കുകയാണ് വൈകിട്ടത്തേക്കുള്ളത്. പിന്നെ വൈകിട്ടൊക്കെ ആയി, പാത്രമൊക്കെ കഴുകി, ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകിയ ശേഷം പിന്നെ വൈകിട്ട് ചിലപ്പം ഒരു ഗ്ലാസ് പാൽ ഇവർക്ക് കൊടുക്കും. ഞാനും ചിലപ്പോൾ കൊടുക്കും. പിന്നെ ഞാൻ ഈ കാൽഷ്യം സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് അത് കുടിക്കാൻ വേണ്ടിയാണ്. പിന്നെ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ഡയറിയിൽ എന്തെങ്കിലും എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ ജേർണൽ ടൈപ്പ് ഒന്നുമില്ല, ഒരു ഡയറി ടൈപ്പ് അന്നന്നത്തെ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി അങ്ങനെ ചെയ്യുക. എന്നിട്ട് അന്നന്നത്തെ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എഴുതും. അങ്ങനെ ജേർണൽ ടൈപ്പ് എന്നല്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ. എപ്പോഴൊന്നും എഴുതത്തില്ല, എനിക്ക് തോന്നുമ്പോൾ അങ്ങനെ എഴുതും രാത്രിയിൽ കേട്ടോ. അത് പണ്ടൊക്കെ എഴുതാൻ, ഇപ്പം അങ്ങനെ സമയം കിട്ടാറില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പം കുഞ്ഞതായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി ഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, അന്ന് നമ്മൾ ഡെയിലി നടന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് എഴുതുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എന്തോ രാത്രി ചെയ്യുന്നത്? ജേർണലിംഗ് ആണോ അതോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഡയറി എഴുതുക. പണ്ട് ജേർണലിംഗൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ഡയറി നോട്ട്സ്, അല്ലെങ്കിൽ ചിലർ പോയം എഴുതുക, എന്തെങ്കിലും സ്റ്റോറി, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതാറുണ്ട്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിച്ച് വെക്കുക. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ ഡയറിയാണ്, നമുക്കിഷ്ടമുള്ളതൊക്കെ കുറിച്ച് വെക്കുക. അതിന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെക്കുറിച്ചോ ഒരു താങ്ക്സ് ഗിവിങ്ങോ എന്തെങ്കിലുമൊക്കെ എഴുതാം. പിന്നെ ഞാൻ എഴുതാൻ നാളത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം, ഞാൻ ചിലപ്പോൾ മറന്നു പോകും പല കാര്യങ്ങൾ. ചില ബില്ലടയ്ക്കാനോ എന്തെങ്കിലും പിള്ളേരെ എന്തെങ്കിലും എക്സാമിൻ്റെ പേപ്പറോ എന്തെങ്കിലും നോട്ട് ബുക്ക് കൊടുത്തു വിടാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മേടിക്കാനുള്ളതോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ചുമ്മാ അങ്ങ് എഴുതി വെക്കും. പിന്നെ ചിലപ്പം ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളും എഴുതി വെക്കും. അപ്പം ഞാൻ മറന്നു, ഞാൻ എന്നും പ്ലാൻ ചെയ്യും, പക്ഷെ ചിലപ്പോൾ ആ ദിവസം മറന്നു പോകും. അപ്പോൾ വേറെ ഏതെങ്കിലും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുവാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും കിച്ചണിലൊക്കെ കാര്യങ്ങൾ, ചിലപ്പോൾ ബില്ലിൻ്റെ എന്തെങ്കിലും ഡ്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫീസ് വല്ല അടയ്ക്കുണ്ടായിരിക്കും. പിന്നെ ക്രാഫ്റ്റിൻ്റെ തന്നെ ചിലപ്പം ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. ചില ദിവസങ്ങൾ എഴുതി വെക്കും, എന്നുവെച്ചാൽ ചിലപ്പം മറന്നു പോകും. ഞാൻ എന്നും പ്ലാൻ ചെയ്യുന്നതായിരിക്കും, നാളെ രാവിലെ എഴുന്നേൽക്കും മറന്നു പോകും. അതുകൊണ്ട് അങ്ങനെ ചുമ്മാ എന്തെങ്കിലും എഴുതി വെക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും വീഡിയോയുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പം എഴുതി വെക്കും. കാരണം വെച്ചാൽ നമുക്കൊന്ന് ഈസി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ മറന്നു പോകാതിരിക്കാൻ. അങ്ങനെ ഒരു ചെറിയ ഡയറിയുടെ ഇത് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ഇനി അടുത്ത് നമ്മൾ കിടക്കാൻ പോവാണ്. അവർക്ക് അന്നേരം എപ്പോഴും ഒരു കുപ്പി, എനിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം കേട്ടോ. ഒരു വെള്ളമൊക്കെ, ബെഡൊക്കെ ഓൾറെഡി പിള്ളേരെ എല്ലാം പുറത്ത് എടുക്കുകയാണ്. അങ്ങനെ വലിയ ബാച്ചിലറിലല്ലോ, നമുക്ക് ചിലപ്പോൾ ഒക്കെ എന്തെങ്കിലും റേഡിയൊക്കെ. പിന്നെ ഇച്ചിരി നേരം ഞാൻ ബൈബിൾ വായിക്കും ചിലപ്പം, ചില ദിവസങ്ങൾ കേട്ടോ. ചില ദിവസങ്ങളിൽ ഫോണിൽ നിന്ന് തന്നെ വായിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചെറിയ നമ്മുടെ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഇട്ടില്ലെങ്കിൽ, ഞാൻ ഹാർട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കും. അങ്ങനെ തിരഞ്ഞടിച്ച് ഇതെല്ലാം കൊടുക്കും. പിന്നെ കമൻറ്റ്സിനൊക്കെ ചില റിപ്ലൈ കൊടുക്കേണ്ട കമൻറ്റ്സിനൊക്കെ റിപ്ലൈയും. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ചെറിയ നമ്മുടെ ഈ YT സ്റ്റുഡിയോ ഒക്കെ ചെക്ക് ചെയ്യുക. അതാണ് ചില സമയത്തെ പരിപാടി കേട്ടോ. ഇത്രയൊക്കെയാണ് സാധാരണ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ പോയി എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള യൂട്യൂബിനകത്ത് ഞാൻ വലിയ വ്ളോഗൊന്നും കണ്ടില്ലെങ്കിലും ഫണ്ട എന്നുള്ളതാണ്, കരിക്ക് കാണാറുണ്ട്. പിന്നെ സഞ്ജു ആൻഡ് ലക്ഷ്മി, ഇവരുടെയൊക്കെ ഈ കോമഡി പരിപാടികളൊക്കെ ഞാൻ കണ്ട് ഇച്ചിരി നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആക്കും കേട്ടോ. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ചെയ്യുന്നത് നമ്മൾ യൂട്യൂബ് നോക്കിയ ശേഷം നമ്മൾ പിൻട്രസ്റ്റിനകത്ത് നോക്കി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വൈപ്പ് ചെയ്ത്, പണ്ട് ഇൻസ്റ്റാഗ്രാം നോക്കി, ഇപ്പം പിൻട്രസ്റ്റിലാണ് കൂടുതൽ നോക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കും. അത്രയൊക്കെയാണ് രാത്രി ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ വീട്ടുകാരും തമ്മിൽ സംസാരം എടുക്കുകയൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ ലൈഫ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ബൈ ബൈ, ഗുഡ് നൈറ്റ്.